ഈ കേരള രാജ്യത്തിന്റെ രാജാവ് പിണറായി തമ്പുരാൻ ഒരു നെറികെട്ട പ്രസ്താവന നടത്തി. ഹിന്ദുക്കളെ അപമാനിക്കുന്ന, ഹിന്ദുക്കളുടെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തുന്ന, ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന ഒരു പച്ചക്കള്ളം. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. അപ്പോ നമ്മളുടെ കേരള സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തില് നമ്മളുടെ പിണറായി വിജയൻ, അതായത് കേരളത്തിന്റെ മഹാരാജാവ്, അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, സത്യത്തില് എല്ലാവരും ചോദിക്കും, അയ്യപ്പ സംഗമം കഴിഞ്ഞില്ലേ, ഇനിയും നിന്റെ വാർത്തകൾ തീർന്നില്ലേ എന്നൊക്കെ. സത്യത്തിൽ ഇത് പറയാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. കാരണം ഹിന്ദുക്കളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന, ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന, ഹിന്ദുക്കളെ താറടിച്ചു കാണിക്കുന്ന, അതുപോലെ തന്നെ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ നടത്തിയ ഒരു ശ്രമം എന്നൊക്കെ ഇതിനെ നമുക്ക് പറയാം. കാരണം അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദേവസ്വം ബോർഡ് എങ്ങനെ വന്നു. ഭക്തരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭക്തർക്ക് ഈ ക്ഷേത്രങ്ങളെല്ലാം വിട്ടുകൊടുക്കണം. പക്ഷെ ഈ ദേവസ്വം ബോർഡ് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയണം. അതായത് ഭക്തർക്ക് യാതൊരു നിവൃത്തിയുമില്ലാതെ പാപ്പരായിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ നിലനിർത്തണം എന്ന് പറഞ്ഞ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചതിന്റെ പേരിലാണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം വന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ പിണറായി തമ്പുരാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പോഴും അന്തിത്തിരി വെക്കാൻ വകയില്ലാത്ത ക്ഷേത്രങ്ങളിൽ ആ തിരിവെക്കാനുള്ള സഹായം ചെയ്യുന്നത് സർക്കാരാണ് എന്നുള്ളത്. മാത്രമല്ല പിന്നെ കുറെ കോടികളുടെ കണക്കും പറഞ്ഞു. ക്ഷേത്രങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു. ഏകദേശം 2300 കോടിയോളം രൂപയാണ് മൊത്തത്തിൽ അദ്ദേഹം പറഞ്ഞ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞത് വെച്ച് വരുന്നത്. അപ്പോ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ സർക്കാരിന്റെ പണം ഹിന്ദു എന്ന് പറയുന്ന ഒരു മതത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കാൻ വകുപ്പുണ്ടോ? അങ്ങനെ ചിലവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ദേവസ്വം ബോർഡിലോട്ട് അത് കൊടുത്തതിന്റെ റെസീറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ സർക്കാർ അത് കൊടുത്തതിന്റെ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ? ദേവസ്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി അന്തിത്തിരി വെക്കുന്നതിന് വേണ്ടി കൊടുത്തതിന്റെ കണക്കുകൾ ഉണ്ടോ? സത്യത്തിലെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് നഷ്ടത്തിലല്ല, ലാഭത്തിലായാൽ അത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ വെച്ച് തന്നെ അഴിമതിയിലൂടെ ഈക്വൽ ആക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ടാണ് സർക്കാർ, അത് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, കാലാകാലങ്ങളായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ചരിത്രം തിരുത്തി കാണിച്ചുകൊണ്ട് യുവജനതയെ ഹിന്ദുക്കളുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്, അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് 1950 ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം നിലവിൽ വരുന്നത് എന്നുള്ള കഥ നിങ്ങൾക്കറിയാമായിരിക്കും, അല്ലെങ്കിൽ ചരിത്രം നിങ്ങൾക്കറിയാമായിരിക്കും. അതായത് തിരുക്കൊച്ചി എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനമായിരുന്നപ്പോൾ നമ്മളുടെ എറണാകുളത്തുള്ള ആ ലോ കോളേജ്, പല സിനിമകളിലും ഒക്കെ വന്നിട്ടുള്ളതാണ്, ആ ലോ കോളേജിലത്തെ നിയമസഭാ മന്ദിരത്തിൽ ഇരുന്നു കൊണ്ട് നടത്തിയ ഒരു ചർച്ച, ആ ചർച്ചയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു സംഭവം പാസാക്കിയത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ആള് എന്ന് പറയുന്നത് പറവൂർ TK നാരായണപിള്ള എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു മുഖ്യമന്ത്രി. ആ ഒരു ആക്ട് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ എതിർത്ത 3 വ്യക്തികളാണ് മന്നത്ത് പത്മനാഭൻ, R ശങ്കർ, പട്ടംതാണുപിള്ള എന്നിവരൊക്കെ. അപ്പോ ആ എതിർപ്പുകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ആ നിയമം പാസാക്കി. പിന്നീട് പട്ടംതാണുപിള്ള മുഖ്യമന്ത്രിയായപ്പോ ആ നിയമം മാറ്റിയൊന്നുമില്ല, നിയമം കൊണ്ടുവരുമ്പോൾ എതിർത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം വന്ന ഓരോ സർക്കാരുകളും ഈ ക്ഷേത്രങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അതെല്ലാവരും സമ്മതിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഊഹം. കാരണം സമ്മതിക്കാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അടിമക്കമ്മികൾ എന്നൊക്കെ പറയാവുന്ന ഹിന്ദു നാമധാരികളായിട്ടുള്ള അന്തം കമ്മികൾ, അവര് സമ്മതിക്കില്ലായിരിക്കും. പക്ഷെ യഥാർത്ഥ വിശ്വാസികൾക്കറിയാം ക്ഷേത്രത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെയുള്ള ഈ പിണറായിയുടെ സർക്കാർ അടക്കം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന് മുൻപുള്ളൊരു കഥയുണ്ട്. യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് അഷ്ടിക്ക് വകയില്ലാത്ത അവസ്ഥയിൽ സർക്കാരിനോട് അങ്ങോട്ട് കേണപേക്ഷിച്ചിട്ടാണോ ഈ ദേവസ്വം ബോർഡ് വന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് തൊട്ട് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്, ഹിന്ദു ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പിടിച്ചടക്കുകയാണ് ചെയ്തത്. ക്ഷേത്രങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി പിടിച്ചടക്കുകയാണ് ചെയ്തത്. അതായത് 1811 മൺട്രോ സാഹിബ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പിടിച്ചടക്കുന്നത്. അതായത് തിരുവിതാംകൂർ, അതുപോലെ തന്നെ കൊച്ചി രാജവംശങ്ങളായിരുന്നല്ലോ, അവിടുത്തെ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുന്നത്. അതുപോലെ തന്നെ മലബാറിലെ ക്ഷേത്രങ്ങളും പിടിച്ചടക്കിയിട്ടുണ്ട്.
അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ പിടിച്ചടക്കിയതിന് ശേഷം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്തു. ആ സമയത്ത് ഇതേപോലെ തന്നെ നേരെ ബ്രിട്ടീഷ് സർക്കാരിലേക്ക് ഈ ക്ഷേത്രങ്ങളുടെ ഭരണം പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം 1937 ഈ സർക്കാരിന്റെയും ക്ഷേത്രത്തിന്റെയും സ്വത്തുവകകൾ അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ അസറ്റുകൾ എന്ന് പറയുന്നത് വേർതിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് രാമചന്ദ്ര റാവു കമ്മീഷനെ വെച്ചു ഈ സ്ഥലങ്ങൾ അറിയാൻ. അപ്പോഴേക്കും ഇതൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരുന്നു. സാധിക്കുന്നതൊക്കെ ക്ഷേത്രത്തിന്റെ സ്വത്തും സർക്കാരിന്റെ സ്വത്തുമാക്കി വേർതിരിച്ച് കാണിച്ചു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ക്ഷേത്രത്തിന്റെ ധാരാളം സ്വത്തുവകകൾ പോയി തൊലഞ്ഞു എന്ന് തന്നെ പറയാം. അതിനുശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും കേരളത്തിൽ മാത്രം ഉടലെടുത്ത അവസ്ഥ എന്ന് പറയുന്ന ഈ ക്ഷേത്രങ്ങൾ ആര് നോക്കും എന്നുള്ളതായിരുന്നു. ആ സമയത്തും ഭക്തർക്ക് തിരിച്ചു കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല. അതായത് സർക്കാർ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ തയ്യാറായില്ല. അപ്പോ അന്ന് ഈ ഇന്ത്യൻ യൂണിയനും കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും ചേർന്ന് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടു. അതായത് ഇതെല്ലാം സർക്കാർ നോക്കിക്കോട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ 1949 ഒരു എഗ്രിമെന്റ് നിലവിൽ വന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിനുശേഷം പിന്നെ 1950 എന്ന് പറയുന്നത് ഈ ഒരു നോർമൽ ഇപ്പൊ കേരളത്തിന്റെ അല്ലെങ്കിൽ തിരുക്കൊച്ചി സംസ്ഥാനം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തിരുവിതാംകൂർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിലൂടെ പിന്നെ ഇതുവരെ ഈ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി മലബാറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് മദ്രാസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണെന്നേ ഉള്ളൂ. അതിപ്പോഴും അതങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പോ ഈ ക്ഷേത്രങ്ങളുടെ ഭൂമി എന്ന് പറയുന്നത് ഇപ്പോഴും ഈ അടുത്ത കാലത്ത് വരെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആ ഒരു ഭൂമി എന്ന് പറയുന്ന ഒരു മുസ്ലിമിന്റെ പേരിലോട്ട് അത് IT അതായത് പേപ്പർ രേഖകളിൽ നിന്ന് കമ്പ്യൂട്ടറിലോട്ട് മാറ്റം ചെയ്യുമ്പോൾ വന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞ് ഒഴിവാക്കി എന്നുള്ളതേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ വ്യക്തമായിട്ട് ഒരു മുസ്ലിമിന്റെ പേരിലോട്ട് മാറ്റിയതാണ്. പക്ഷെ ജനങ്ങൾ കണ്ടുപിടിച്ചപ്പോ അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിട്ട് മാറി. ഇതുപോലെ തന്നെ നമ്മളുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എത്രയോ ക്ഷേത്രങ്ങളുടെ ഭൂമികൾ അത് ഹിന്ദുക്കളും കയ്യേറിയിട്ടുണ്ട്, മറ്റ് മതസ്ഥരും കയ്യേറിയിട്ടുണ്ട്, സർക്കാരും കയ്യേറിയിട്ടുണ്ട്, അതുപോലെ തന്നെ പുറംപോക്ക് എന്നുള്ള രീതിയിലും എഴുതി തള്ളിയിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം ഇപ്പോ ഈ കൃഷ്ണരാജ് എന്ന് പറയുന്ന വക്കീലാണ് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോ ഈ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ഇറങ്ങാതെ ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ആത്മാഭിമാനം ഉള്ള ഹിന്ദുക്കൾ എല്ലാവരും അറിയുക, ഈ പിണറായി എന്ന് പറയുന്ന തമ്പുരാൻ പറഞ്ഞതല്ല സത്യം. യഥാർത്ഥത്തിൽ 1811 ബ്രിട്ടീഷുകാർ കയ്യേറിയ ഹിന്ദു ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അന്ന് അവര് തുടങ്ങി വെച്ച കൊള്ള ഇന്നും UDF-ഉം LDF-ഉം മാറി മാറി ഭരിക്കുമ്പോഴും ആ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കളുടെ ഗതികേട് കൊണ്ട് കേണപേക്ഷിച്ച് സർക്കാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതല്ല. ഇനി 2300 കോടിയുടെ കണക്ക് കൂടി അയ്യപ്പ സംഗമത്തിൽ ഇയാൾ അവതരിപ്പിക്കേണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സർക്കാരിന് വകുപ്പുണ്ടോ? ആ വകുപ്പുണ്ടെങ്കിൽ, അങ്ങനെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖ പൊതുജന സമക്ഷം വെക്കാൻ തയ്യാറാണോ? ഇനി ദേവസ്വം ബോർഡുകൾ അത് സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ദേവസ്വം ബോർഡ് അതിനുള്ള റെസീറ്റ് സർക്കാരിന് കൊടുത്തിട്ടുണ്ടോ? മാത്രമല്ല, ഒരാവശ്യം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇത് കൈയടക്കിയ ക്ഷേത്രങ്ങൾ, ബ്രിട്ടീഷുകാര് കൈയടക്കിയ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഇവിടത്തെ പൗരന്മാരായിട്ടുള്ള ഈ രാഷ്ട്രീയക്കാര് അത് കൊള്ള തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ ഹിന്ദുക്കൾ ചോദിക്കുന്നു, ഈ ഹിന്ദു നാമധാരികളായിട്ടുള്ള യുക്തിവാദികളെയും അന്തംകമ്മികളെയും മാറ്റി നിർത്തി യഥാർത്ഥ വിശ്വാസികളിൽ ഒരു വോട്ടെടുപ്പ് നടത്തി ക്ഷേത്രങ്ങൾ തിരികെ വേണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായമെങ്കിൽ അത് തിരികെ കൊടുക്കാൻ തയ്യാറുണ്ടോ? ഇതായിരിക്കണം നവോത്ഥാനം എന്ന് പറയുന്നത്.